ഹായ് ഫ്രണ്ട്സ്, എന്താണ് ഡിസ്ക് ബൾജ്? നടുവേദനയുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഡിസ്ക് ബൾജ്. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നമ്മുടെ നട്ടിൽ അല്ലെങ്കിൽ സ്പൈനിൻ്റെ നടുക്കിലായിട്ട് കാണുന്ന ഒരു സോഫ്റ്റ് കുഷ്യൻ പോലത്തെ മെറ്റീരിയലാണ് ഡിസ്ക് എന്ന് പറയുന്നത്. അതായത് ആ നട്ടലിൻ്റെ ഇടയിലുള്ള പ്രഷർ കൺട്രോൾ ചെയ്യാനാണ് ഈ ഡിസ്ക് അവിടെ നൽകിയിട്ടുള്ളത്. ഡിസ്കിന് തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഉള്ളിലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്നതും പുറത്ത് കുറച്ച് കട്ടിയിലുള്ള ഭാഗം ആനുലസ് ഫൈബ്രോസിസ് എന്നും പറയും. ഡിസ്ക് ബൾജിന് പ്രധാനമായിട്ട് 4 സ്റ്റേജസ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് ഡിസ്ക് ഡീജനറേഷൻ, അതായത് ഡിസ്കിലെ ജലാംശം കുറയുകയും ഏജിങ് മറ്റു കാര്യങ്ങൾ ഓവർ യൂസ് ഒക്കെ കൊണ്ട് തേയ്മാനം എന്ന രീതിയിൽ ഡീജനറേഷൻ എന്ന രീതിയിൽ കാണപ്പെടുന്ന ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമതായിട്ട് ഡിസ്ക് ബൾജ്, അതായത് ഡിസ്ക് പുറത്തോട്ട് തെന്നി വരുന്ന അവസ്ഥയാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ ചെറിയ രീതിയിലുള്ള പെയിൻ ഉണ്ടാവാം. ആദ്യത്തെ സ്റ്റേജിൽ ബാക്ക് സ്റ്റിഫ്നെസ് ആണ് തുടക്കത്തിൽ കാണുക. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസ്ക് ഹെർണിയേഷൻ, അതായത് ഈ ഒരു കണ്ടീഷനിൽ ഡിസ്കിന്റെ ഉള്ളിലുള്ള ഇന്നർ ജെല്ല് പൊട്ടിയിട്ട് പുറത്തോട്ട് വരികയും അതിനെ തുടർന്ന് നല്ല രീതിയിലുള്ള നെർവ് കംപ്രഷനും സയാറ്റിക് പോലെയുള്ള അവസ്ഥകളും ഉണ്ടാവുന്നു. ഇതിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചികിത്സയാണ് ഈ സമയത്ത് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഏറ്റവും ഫൈനൽ സ്റ്റേജ്, ഈ ഒരു സ്റ്റേജസിലൊന്നും നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ നാലാമതായിട്ടുള്ള ഡിസ്ക് സെക്യൂട്രേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരും. പൂർണ്ണമായിട്ടും ഇന്നർ ജെല്ല് പൊട്ടിയിട്ട് പുറത്തുള്ള കവറിങ്ങും കൂടെ അവിടുന്ന് ഡിറ്റാച്ച് ആയിട്ട് സ്പൈനൽ കനാലിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ സിവിയർ ആയിട്ടുള്ള നെർവ് കംപ്രഷൻ, അതുപോലെ തന്നെ കാലിലേക്കുള്ള ഫങ്ഷനിൽ പ്രശ്നങ്ങൾ വരിക, സെൻസറി പ്രോബ്ലംസ്, ബവല് ബ്ലാഡറൊക്കെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും ഡിസ്ക് ബൾജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെ തുടർന്നുള്ള ചികിത്സയും മറ്റു വീഡിയോകളും ബാക്ക് പെയിൻ സീരീസിന്റെ ബാക്കി വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.